എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യ നയനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് അജയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അജയനെ കണ്ടപടി തന്നെ നയന പറഞ്ഞു, എളയച്ച നന്ദൂര് പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ദേവേനയും അനാമയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് അജയൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി, അവൾ എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുക. എന്തിനാന്നും അറിയത്തില്ല, ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാ, ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയത്. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് പോലീസ് ഒന്നും പറഞ്ഞില്ല. അവളെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന് പറയാം. ഇത് കേട്ടത് അനാമി പറഞ്ഞു, അവളെ എന്തായാലും തരികിടപ്പണി ഒപ്പിച്ചു കാണും. അവൾ എല്ലാവരെയും തല്ലുന്നവരല്ലേ, മിക്കവാറും ആരെയും കയറി തല്ലി കാണുമായിരിക്കും. അതിന്റെ പേരിലായിരിക്കും അവളെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടതും നബി പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും കയറി തല്ലുന്നോളൊന്നും അല്ല എന്റെ നന്ദു, ഒരു കാരണമില്ലാതെ ആരെ ഇതുവരെ തല്ലിയിട്ടില്ലെന്ന് പറയണം. ആ സമയം അജയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളെ പോലീസ് സ്റ്റേഷനിൽ രക്ഷിക്കണമല്ലോ മോളെന്ന് പറയണം. അതേ ഇളയച്ച എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞ് നയനെ ഇരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ അനാമി പറഞ്ഞു, അതെ ഇളയച്ചിന് ഇത് എന്തിന്റെ കേടാ, അവളെ രക്ഷിക്കാൻ പോകാനായിട്ട് അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോന്ന് ചോദിക്കുക. അതിന്റെ ഒരു ആവശ്യമില്ല, അവൾ ആണുങ്ങളെ വരെ തല്ലുന്നോളാം, ഒന്നിനും മടിക്കാത്തോളാന്ന് പറയണം. ഇത് കേട്ട നബി പറഞ്ഞു, അതുകൊണ്ടാണല്ലോ നിന്നെ പോലുള്ള ഒരുത്തീനെ നേരത്തെ കുറെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയ സമയത്ത് നന്ദു വന്ന് അവരെല്ലാം ഇടിച്ച് ശരിപ്പെടുത്തി നിന്നെ രക്ഷിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അനാമി പറഞ്ഞു, അതൊക്കെ നിന്റെയൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ കള്ളക്കളികളാണോന്ന് ആര് കണ്ടെന്ന് പറയണം. എല്ലാരും കൂടി ഒത്തോണ്ടുള്ളൊരു നാടകമായിരിക്കാനായിട്ട് ചാൻസ് കൂടുതലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു, അതേ ഇനി അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയണം. പക്ഷെ നയനയുടെ കരഞ്ഞുകൊണ്ടിരിക്കുക. നയനയുടെ കരച്ചിൽ കണ്ടപ്പോ ദേവ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോളുടെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലോ, എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷപ്പെടുത്തണം. ഒരുപക്ഷെ നന്ദു ഒരിക്കലും തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഇത് കള്ളക്കേസ് കുടുക്കിയത് തന്നെയാ. ഈ സമയത്ത് അനാമ പറഞ്ഞു, ഇളയച്ച വെറുതെ ഇതിനകത്ത് ഇടപെടാൻ പോകുന്നു വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, എന്തിനാ അനാമികയെ നിന്റെ അതൃപ്തി നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കുന്നേ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. നിനക്ക് അവളോട് ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി എന്നും പറഞ്ഞോണ്ട് ഇപ്പോഴൊന്നും ദേഷ്യമൊന്നും കാണിക്കാനുള്ള സമയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ടേക്ക് പോവാണ്. നവ്യക്കും നയനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് അനാമിക കയറി ചെന്നിട്ട് വേണുവിനെയും രേവതിനെയും കൂടെ വിളിക്കുകയാണ്. വേണുവിന്റെ ഫോൺ എടുത്തിട്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന് പറയണം അനാമിക. ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു, അറസ്റ്റ് ചെയ്തോണ്ട് പോവുക മാത്രമല്ല മോളെ ചെയ്തേ, അവളുടെ പേരിൽ ഇപ്പൊ FIR തയ്യാറായി കാണും. അവൾക്ക് ജാമ്യം ഇല്ലാതെ അവൾ അകത്തേക്ക് പോകാനായിട്ട് പോന്നേ. ഉറപ്പായിട്ടും അവളുടെ ട്രെയിനിങ് ഒക്കെ മുടങ്ങുമെന്ന് പറയാം. അച്ഛാ എനിക്ക് സന്തോഷമായി അച്ഛാ, ഇത്രയൊക്കെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അച്ഛൻ ആ കൃത്യസമയത്ത് തന്നെ പ്രവർത്തിച്ചോണ്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയണം. അതെ മോളെ, ഇനി അവളുടെ കാര്യത്തിൽ ഒരു പേടി വേണ്ട, അവൾ SI ആവുമെന്നുള്ള പേടിയും ടെൻഷനും ഒന്നും നിനക്ക് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അതെ എനിക്ക് എങ്ങനെ സന്തോഷിക്കണം എന്നറിയത്തില്ല, അത്രമാത്രം സന്തോഷത്തില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചക്കര ഉമ്മ അച്ഛാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയെ കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നു കഴിഞ്ഞപ്പത്തിന് വേണു പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങൾ നീങ്ങിന്ന് പറയണം. ഇനിയിപ്പൊ ആ നന്ദു എന്ന് പറയുന്നവളുടെ ശല്യം അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. എന്താ വേണിട്ട് അങ്ങനെ പറഞ്ഞേ? അവളെ പോലീസ് പൊക്കിയിടിന്ന് പറയണം. ചെറിയ കേസിനൊന്നും അല്ല, അവൾക്ക് ജാമ്യമില്ലാത്ത ഇതിലാണ് അവളെ അകത്താക്കാനായിട്ടും കൂടി പോണേന്ന് പറയണേ. ജാമ്യമില്ലാത്ത കേസിലോ? പോയി കിടക്കട്ടെ അങ്ങോട്ട്, അവളുടെ അഹങ്കാരത്തിന് ഒരറുതി വരട്ടെ എന്ന് പറയണം. അവള് നാളെ SI ക്യാമ്പിലേക്ക് പോകാനുള്ള, ഇതോടുകൂടി അവളുടെ SI മോഹം അങ്ങോട്ട് തകർന്നു പോകാനായിട്ട് പോവാ. അവൾക്ക് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, അവള് നേരെ ജയിലിലേക്ക് പോകും. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അല്ല ഒരു പക്ഷേങ്കിൽ ഇനി അനന്തപുരിക്കാരെങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാലോ? എടി അനന്തപുരിയിലെ ആ മൂർത്തി സാറ് അങ്ങനെ എവിടെയൊക്കെ യാത്രയിലല്ലേ, അതുകൊണ്ട് അയാൾ ഇവിടെ ഇല്ലോ, അതൊരു സമാധാനമുണ്ട്. പിന്നെ കൊച്ചുമാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നേ, അതുകൊണ്ട് വലിയതായിട്ട് ഒന്നും കാണത്തൊന്നുമില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി പറഞ്ഞ് പറയാൻ പറ്റില്ല എന്ന് പറയണം. വേണു പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ ഓരോ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേനും ഈ പറയുന്ന അനന്തപുരക്കാർ കോടികളല്ലേ വാരിയെറിയുന്നേ, അതുകൊണ്ട് അവര് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലോ, അതുകൊണ്ട് രക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കുമായിരിക്കും. എന്തൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും രക്ഷിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയല്ല പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നേ. വഴിയെ പോണ സമയത്ത് ഈ പറയുന്ന നന്ദു എന്ന് പറയുന്നവള് കയറി ആക്രമിച്ചെന്ന് അവളുടെ കൂടെയുള്ള ചെറുപ്പക്കാരനെ ഒരു പ്രകോപനം കൂടാതെയാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളെ അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കൂലേ, അവൾക്ക് റിമാൻഡ് പോലും കിട്ടത്തില്ലെന്ന് പറയണം. അവളെ അകത്തേക്ക് അങ്ങോട്ട് വിടൂന്ന് പറയണം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എന്റെ മോള് കുറെ നാളെ സന്തോഷിച്ചിട്ടെന്ന് പറയാം. അതെ, എന്റെ മോളുടെ കണ്ണീര് തോരുന്നില്ലായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിഫലമാ ഈ പറയുന്ന നന്ദുവിന് കൊടുക്കുന്നത്.
എന്റെ മോളുടെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ചോളാം. അപ്പൊ അവളെ വെറുതെ വിടില്ല, ഒരു കാരണവശാലും വെറുതെ വിടല്. ഇനിയും കൊടുക്കും ഞാൻ. ഇപ്പൊ അവൾക്കിട്ട് ഇനി ഇപ്പൊ കൊടുക്കാൻ പോകുന്ന അവളുടെ ചേച്ചിമാർക്കിട്ട്. എല്ലാത്തിനും കൊമ്പും പാലുമായിട്ട് നടക്കുന്നതല്ലേ, എല്ലാത്തിനും വാലും കൊമ്പും ഒക്കെയാണ് ഒടിച്ചു കളയും ഞാൻ. ഈ വേണുവിനോട് കളിച്ച കളി എങ്ങനെയാന്ന് വേണു കാണിച്ചു കൊടുക്കും എന്നൊക്കെ രേവതിയോട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, വേണം വേണുവേട്ടാ, ഒരു കാരണവശാലും ഒന്നിനെയും വെറുതെ വിടില്ല. നമ്മുടെ അനാമയ മോൾക്കിട്ട് പാര പണിയാൻ നോക്കിയത് അവറ്റകളോ, ഒന്നിനെയും വെറുതെ വിടില്ലെന്നൊക്കെ പറയണം. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വക്കീലെത്തുവാണ്. വക്കീലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചു മുമ്പ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നത് നന്ദനയുടെ വക്കീലെന്ന് വേണം. വന്നിരിക്കണം സാറെന്നൊക്കെ പറയാണ് SI. പിന്നീട് ചോദിച്ചു, അല്ല അവളെ എന്തിനാ അറസ്റ്റ് ചെയ്യിക്കുന്ന ചോദിക്കണം. അവളെ അറസ്റ്റ് ചെയ്തതോ? അവളെ അറസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ചാൽ വഴിയെ പോകുന്ന വയ്യാവേലി കയറി പിടിച്ചാനും ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ചുകൊണ്ടത് ഒരു ചെറുപ്പക്കാരിയായിരുന്നു. പക്ഷേങ്കിൽ ഒരു പ്രകോപനം കൂടാതെ ആ ചെറുപ്പക്കാരനെ പോയി അടിച്ചെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, അതൊരു കള്ളക്കഥയാന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുക. അത് പറഞ്ഞിട്ട് കാര്യമില്ലോ, അവന് നല്ല കുഴപ്പമുണ്ട്, അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കോ, ഇവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് അവര് ഭാര്യയിൽ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, അതെ, ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടി വഴിയെ പോകുന്നതിനെ ആക്രമിക്കുമെന്ന് ചോദിക്കാം, പറയാൻ പറ്റില്ല. കാലമല്ലേ, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സിനൊക്കെ അടിമയല്ലേ പെൺകുട്ടികളാണെ പോലും. ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിക്കൂടുന്നില്ല. അപ്പൊ പോലീസുകാർക്ക് ഞങ്ങൾക്ക് കേസ് എടുത്തല്ലേ മതിയാവുള്ളൂ. ഇത് കേട്ട് വക്കീല് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോയി ഒന്ന് പരിശോധിക്കാൻ മേലായിരുന്നു, അപ്പോഴറിയായിരുന്നല്ലോ എന്ന് പറയണ. അതെ, അതിനൊന്നും ഏതാണ്ടും പറ്റിയിട്ടില്ല. അവളെ ഇങ്ങ് നേരെ കൊണ്ടുവന്നു. അവൾക്കെതിരെ എന്തായാലും കേസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ആകിയിട്ടുണ്ട്. അല്ല, അവൾക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അതെ, ജാമ്യം എടുക്കണമെങ്കിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോ കോടതി ഹാജരാക്കിയാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും SI പറഞ്ഞു, നിങ്ങളൊരു പോലീസുകാരനല്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ചിന്തിക്കാൻ മേലെ. ഒന്നുമല്ലേലും SI ആകാൻ പോകുന്ന, ഭാവിയിൽ SI ആകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അവള്. അപ്പൊ ആ ഒരു പരിഗണന കൊടുത്തുകൂടെന്ന് ചോദിക്കാം. പരിഗണനയെ കൊടുത്തിട്ടുണ്ട്, അവളെ ഞങ്ങൾ ഒരു ചീത്തവാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, എന്തിനാ പറയായിരുന്നേ, അതും കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ മേലായിരുന്നു ചോദിക്കും. ഇത് കേട്ടതും അവൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ നാളെ കോടതി ഹാജരാക്കും, ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, അതിന് മാത്രം വലിയ തെറ്റും ചെയ്തിട്ടില്ല, ഇതൊരു കുടുക്കാന്നുള്ള കാര്യം SIക്ക് മനസ്സിലാകത്തോണ്ടാണെന്ന് ചോദിക്കണേ. ഇത് കേട്ടപ്പോ SI പറഞ്ഞു, അതെ, എനിക്ക് ഇനി അത് നോക്കേണ്ട കാര്യമില്ല, ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാന്നുള്ള എന്റെ കടമയും ചുമതലയുവാ. അപ്പൊ ഞാൻ അന്വേഷിച്ചു, അത് സത്യമാണെന്ന് തോന്നിയോണ്ടാന്ന് പറയണം. സത്യമാണോ? അവര് കള്ളപ്പരാതി തന്നാന്ന് പറയണേ. കള്ളപ്പരാതി ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ രീതിയിലെ തെളിവുകളൊന്നുമില്ല. എന്തെങ്കിലും തെളിവുകൾ തന്നെ കൊണ്ടുപോവാ, അവള് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് കള്ളപ്പരാതിയാന്ന് തെളിയിക്കാനായിട്ട്. അങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ അവളെ വിടാന്ന് പറയണം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും അവളെ പുറത്തിറക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോ വൈരാഗ്യം തീർക്കുമായിരിക്കും അല്ലെന്ന് ചോദിക്കണം. വൈരാഗ്യം തീർക്കാനാ? എന്തിന്? ഞാൻ വൈരാഗ്യം തീർക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആ അനന്തപുരിയിലെ കൊച്ചുമോൻ എന്നെ ഒന്ന് അടിച്ചു, അവന്റെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന്. പക്ഷേങ്കില് അതെന്റെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞോണ്ട് ആ ഒരു കാരണത്താലല്ല ഇപ്പോഴെന്ന് പറയാണ്. വക്കീല് പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി കണ്ടിട്ട് വട്ടെ അവളെ എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ വക്കീല് കണ്ടിട്ട് വക്കീല് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞതിനും SI നന്ദുവിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കെന്ന് അറിയാമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയണം. നീ ഒരുത്തനെ അടിച്ചല്ലോ എന്ന് പറയണം. അയ്യോ സാറേ, അത് അങ്ങനെയൊന്നും അല്ല കേസ്. പട്ടാപ്പാല ഒരു പെൺകുട്ടിയുടെ കയ്യെ കയറി പിടിച്ചിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചാൽ പിന്നെ ആരാണെങ്കിലും പ്രതികരിച്ചു പോയില്ലെന്ന് ചോദിക്കുക. അതൊക്കെ നീ പറയുന്നതല്ലേ, പക്ഷെ അവള് മൊഴി കൊടുത്തിരിക്കുന്ന അങ്ങനെയല്ല. വഴിയെ കൂടെ നടന്നു പോണ സമയത്ത് നീ അവനെ കയറി അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞോണ്ടാ. സാറേ, ഇത് കള്ള പരാതിയാ, അവനും കൂടെ ചേർന്നിട്ടാന്ന് പറയും. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കില് ഇവിടെ തെളിവുകളൊന്നും ഇല്ല, നീ കുറ്റക്കാരിയാകാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകപ്പാടെ വിഷമമായിപ്പോ നന്ദു സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നാളെ ഞാൻ SI ട്രെയിനിങ്ങിൽ പോകാനുള്ളതെന്ന് പറയണം. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് നന്ദുവിനെ അങ്ങോട്ട് ലോക്കപ്പിലേക്ക് കൊണ്ടിടുക. നന്ദുവിന് ആകപ്പാടെ വിഷമമായിപ്പോയി, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. ആരോ തന്നെ കള്ളക്കേസ് കുടുക്കിയതാന്നൊക്കെ മനസ്സിലായി. പിന്നീട് വക്കീല് ദേവേനെ കാണാനായിട്ട് ചെല്ലുവാണ്. ആ സമയം ദേവേനെ പറഞ്ഞു, അങ്കിളെ എങ്ങനെയാ കാര്യങ്ങൾ ചോദിക്കാം. ദേവേനെ, ഞാൻ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് കോടതി ഹാജരാക്കാതെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ തെളിവ് കൊടുക്കണമെന്ന് പറയാണ്. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, കോടതി ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടൂലല്ലേ, ശ്രമിക്കാന്ന് പറയണം. ഒരു കാരണവശാലും അവളുടെ കരിയർ പോവരുത്, കാരണം അവൾക്കൊരു നല്ലൊരു ഭാവിയുള്ളതാ. ഇതിന്റെ പേരില് അവളുടെ ഭാവി ഇല്ലാതായി പോരുത് വക്കീലെ, എന്ത് വെള്ളം ചെയ്തോ അങ്കിളിന് എന്ത് വേണം ചെയ്യാന്നൊക്കെ പറയണം. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും ഞാനാണ് അങ്കിളിനെ ഏർപ്പാടാക്കി എന്നുള്ള കാര്യം
ഈ പറയുന്ന ജയേട്ടനോ വീട്ടിൽ ആരും അറിയാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടത് വക്കീല് പറഞ്ഞു, അതെ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് അവരുടെക്കാളും കൂടുതൽ ബന്ധുത്വമുള്ള ദേവേനയായിട്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഈ കാര്യം ആരോടും പറയാൻ പോയില്ലെന്ന് പറയണം. കാരണം ദേവേനന്റെ ഒരു അങ്കിളിനെയാണ് ദേവേനെ വിളിച്ച് കണ്ടിരിക്കുന്ന നന്ദുവിന് വേണ്ടിയിട്ട്, നന്ദുവിനെ പുറത്തിറക്കാൻ വേണ്ടി. കാരണം നന്ദുവിന്റെ എസ് ഐ മോഹം ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് ദേവേനെ ആഗ്രഹിച്ചു. കാരണം നയനയുടെ കണ്ണീര് സഹിക്കാൻ പറ്റുന്നില്ല. പോരാത്തിന് നന്ദു ഒരു നല്ലവളാന്നുള്ള കാര്യം ദേവേനയ്ക്ക് മനസ്സിലായതുവാ. അതുകൊണ്ട് ഒരു കാരണവശാലും അവൾക്കൊരു ആപത്തും വരില്ലെന്ന് ദേവേനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് നവ്യ നയനം കൂടി ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ആദർശ് വരുന്നത്. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഈ സമയം ആദർശ് പറഞ്ഞു, സാരമില്ല, അല്ല അവൾക്ക് ജാമ്യം കിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. ഇതുവരെയായിട്ടും ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല. കേസ് ഫയൽ ചെയ്തുകൊണ്ട് നാളെ ചിലപ്പോൾ കോടതി ഹാജരാക്കേണ്ടി വരുമെന്ന് പറയണം. ഇത് കേട്ടെന്ന് നയനയ്ക്ക് സങ്കടം വന്നു. ആദർശ് പറഞ്ഞു, ആരോ മനഃപൂർവ്വം കുടുക്കിയതാന്ന് പറയണം. ആരാ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ അനാമികയായിരിക്കും. അവൾക്കാണ് ദേഷ്യവും കൂടുതലുള്ളത്. പാവം നന്ദു, അവൾക്ക് ഇത് ഒന്നും അറിയത്തില്ലാതെ അല്ലേന്ന് ചോദിക്കാം. അവളുടെ എസ് ഐ മോഹം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നയന പറഞ്ഞു, അത് ശരിയാ. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഒന്നിനെയും വെറുതെ വിടാനായിട്ട് പോകുന്നില്ല, എല്ലാത്തിനും കൈകാര്യം ചെയ്യുന്നു പറയണം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കണം, അതാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവളുടെ ഭാവി നശിച്ചു പോകുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലട്ടെ. അച്ഛനും അമ്മയ്ക്കൊന്നും ഈ കാര്യം അറിയത്തില്ല. ഒരു പക്ഷെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. ആദർശ് പറഞ്ഞു, ഞാൻ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളാം, നിങ്ങൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് നവ്യേനെ നയനയും പറഞ്ഞു വിടുവാണ്. ആ സമയം ദേവേനി വക്കീലിനോട് പറഞ്ഞു, വക്കീലെ, ഒറ്റ ദിവസം കൂടെ ഉള്ളൂ, ഈ ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഒരു കാരണവശാലും അവളുടെ പേരിൽ ഒരു കേസോ കുറ്റങ്ങളൊന്നും ആവില്ലെന്ന് പറയണം. ദേവേനി ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. പിന്നെ അവളെ ഞാൻ കയറി കണ്ടായിരുന്നു, ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടീനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവള് പറഞ്ഞ എന്താണെന്നറിയാവോ, അവളെ ആരോ മനഃപൂർവ്വം കള്ളക്കേസ് കുടുക്കിയതാണ്. അങ്ങനെ കള്ളക്കേസ് കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവള് പുറത്തിറങ്ങിക്കുമ്പോൾ വെറുതെ ഇരിക്കില്ലെന്ന്, എല്ലാത്തിനെയും പഞ്ഞിക്കിടുമെന്ന് പറയുന്നത്. അവനെ അവളെ ഒക്കെ പഞ്ഞിക്കിടുന്ന പറയണേ. എല്ലാത്തിനെയും ഇടിച്ചു ഞോർക്കും. അവള് നിസ്സാരക്കാരിയൊന്നും അല്ല ഈ നന്ദു എന്ന് പറയുന്നുള്ള, അതെനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടാൻ ദേവേനി പറഞ്ഞു, അതെ, അവള് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും അവളെ കൊടുക്കാൻ നോക്കിയത് ആരാണെങ്കിലും അവളെ വെറുതെ വിടത്തില്ല. പിന്നെ അവരുടെ പുറകിൽ ആരാണോ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കുമെന്ന് പറയാണ്. അപ്പം അനാമികയാണ് ഇതിന് പുറയിൽ ഉള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ദേവേനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിപ്പോയി നന്ദുവിനെ കുടുക്കിയതുകൊണ്ട്. പിന്നീട് നയനയും നവ്യയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനകയും ഗോന്തനും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ആഹാ, എന്ത് പറ്റി രണ്ടുപേരും കൂടെ? അല്ല, ഒരാളെ കാണുന്നില്ലോ എന്ന് പറയണം. എന്ത് മറുപടി പറയണം നടത്തില്ല. തൽക്കാലത്തേക്ക് അവർ രണ്ടുപേരും ഒന്നും പറയണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. കാരണം അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകപ്പാടെ വിഷമമായി പോകും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട, പിന്നീട് പതുക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം, ഗോവിന്ദൻ ഒരു അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന, ഇതൊക്കെ പെട്ടെന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കനവിച്ച് എന്ത് പറ്റി രണ്ടുപേരുടെ മുഖത്തൊരു തെളിച്ചില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൽക്കും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്ന് പറയും. അല്ല, കൂടെ വന്ന് നന്ദു എന്തേന്ന് ചോദിക്കുക. അത് പിന്നെ നാളെ അവള് ട്രെയിനിങ്ങിന് പോവില്ലേ, അപ്പൊ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിൽക്കുവോ? ഓ അങ്ങനെ, അവൾ കുറച്ച് കഴിയുമ്പോഴും ഇങ്ങോട്ട് എത്തിക്കോളൂ അമ്മ എന്ന് പറയണം. അല്ല, ഇതൊക്കെ എന്താ ഡ്രസ്സാണോ നിൽക്കും. അതെ, അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ, എന്തിനാ മോളെ ഈ പൈസ ഇല്ലാത്തപ്പോ ഇതൊക്കെ എടുത്തെന്ന് ഗോവിന്ദൻ ചോദിക്കണം. അച്ഛനെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. വേണ്ട, വെറുതെ പൈസ ചെലവാക്കേണ്ട കാര്യമില്ലായിരുന്നു. കനകി വെച്ച് നന്ദുവിന് എടുത്തില്ലെന്ന് ചോദിക്കാം. അവൾക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ടെന്ന് പറയാം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, വേണ്ടായിരുന്നു കേട്ടോ, വെറുതെ പൈസ ചെലവാക്കേണ്ട കാര്യമില്ലായിരുന്നു. നയന പറഞ്ഞു, ആദർശാൻ എനിക്ക് എല്ലാ മാസവും കുറച്ച് പൈസ തരുന്നുണ്ട്, ഞാൻ അതെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ആവശ്യങ്ങളൊക്കെ എടുക്കാനുള്ളതല്ലേ പണം, അല്ലാതെ വെറുതെ അതോടെ കൂട്ടി വെച്ചെടുത്തിട്ട് പ്രയോജനം ഇല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് കനക പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നു, രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു വിഷമമുള്ളത് പോലെ ശ്രദ്ധിക്കുന്നു. സാരമില്ല, കയറി വാ. എത്ര ദിവസം കൂടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് രണ്ടുപേരും ഒരുമിച്ച് വന്നിരിക്കുന്നേ. ഇന്ന് നമ്മളിവിടെ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കും. നന്ദുവും കൂടെ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. നാളെ അവള് പോകുമല്ലേ എന്നൊക്കെ പറയാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ നവ്യയും നയനയും കൂടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ചാനലിനകത്താണ് നമ്മൾ നിങ്ങൾ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവര് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടാക്കാം കേട്ടോ.
അത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.